ഓം ശാന്തി. 24/11/20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ദുഃഖം സഹിക്കുന്നതിൽ വളരെയധികം സമയം വേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, സദോ പ്രധാനമാകൂ, എങ്കിൽ സമയം സഫലമാകും. ചോദ്യം: 21 ജന്മത്തേക്ക് ലോട്ടറി പ്രാപ്തമാകുന്നതിനുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: 21 ജന്മത്തേക്ക് ലോട്ടറി നേടണമെങ്കിൽ മോഹജീത്താകൂ. ഒരു ബാബയിൽ പരിപൂർണമായും ബലിയർപ്പണമാകൂ. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോൾ ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പുതിയ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഴയ ലോകത്തെ കണ്ടും കാണാതിരിക്കണം. സുധാമയെ പോലെ ഒരു പിടി അരി സഫലമാക്കി സത്യോഗി ചക്രവർത്തി പദം നേടണം. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ആത്മീയ കുട്ടികൾ എന്നാൽ ആത്മാക്കൾ, ആത്മീയ പിതാവ് എന്നാൽ ആത്മാക്കളുടെ പിതാവ്. ഇതിനെ പറയുന്നത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും കൂടിക്കാഴ്ച എന്നാണ്. ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഒരു തവണയാണ്. ഈ കാര്യങ്ങളെല്ലാം കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഇത് വിചിത്രമായ കാര്യമാണ്. വിചിത്രമായ ബാബ വിചിത്രമായ ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. വാസ്തവത്തിൽ ആത്മാവ് വിചിത്രമാണ്. ഇവിടെ വന്ന് ചിത്രധാരിയാകുന്നു. ചിത്രത്തിലൂടെ, അതായത് ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കുന്നു. ആത്മാവ് എല്ലാവരിലും ഉണ്ടല്ലോ. മൃഗങ്ങളിലും ആത്മാവുണ്ട്. 84 ലക്ഷം എന്ന് പറയുന്നു. അതിൽ എല്ലാ മൃഗങ്ങളും വരുന്നുവല്ലോ. അനേകം മൃഗങ്ങളും മറ്റുമുണ്ടല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ കാര്യങ്ങളിൽ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഈ ജ്ഞാനമല്ലാതെ മനുഷ്യരുടെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ബാബ കുട്ടികളായ നിങ്ങളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. പിന്നെ പകുതി കൽപ്പം നിങ്ങൾ പ്രാപ്തി അനുഭവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്നത് തന്നെ ദുഃഖം സഹിക്കുന്നതിലാണ്. ഇവിടെയാണെങ്കിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. അതിനാൽ എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നു. ദുഃഖത്തിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകുന്നു, ഇതിൽ നിന്ന് മാറ്റൂ എന്ന്. സുഖത്തിൽ ഒരിക്കലും ടൈം വേസ്റ്റ് എന്ന് പറയില്ല. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയം മനുഷ്യന് ഒരു വാല്യൂവുമില്ല. മനുഷ്യനെ നോക്കൂ, പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നു. ഒരു കൊടുങ്കാറ്റിൽ തന്നെ എത്ര പേർ മരിച്ചു പോകുന്നു. രാവണ രാജ്യത്തിൽ മനുഷ്യന് ഒരു വാല്യൂവുമില്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് എത്ര വാല്യൂ ഉണ്ടാക്കുന്നു. വർത്ത് നോട്ട് പെന്നിയിൽ നിന്നും വർത്ത് പൗണ്ട് ആക്കുന്നു. അതായത് ചില്ലിക്കാശിന് വിലയില്ലാത്തതിൽ നിന്നും മൂല്യമുള്ളവരാക്കുന്നു. അമൂല്യമായ വജ്രതുല്യ ജന്മം എന്ന് പാടുന്നുമുണ്ട്. ഈ സമയം മനുഷ്യർ കൗടിക്ക് പിന്നാലെ മുഴുകിയിരിക്കുന്നു. ലക്ഷപതിയും കോടിപതിയും പദംപതിയുമാകുന്നു. അവരുടെ ബുദ്ധി മുഴുവനും അതിൽ തന്നെ ഇരിക്കുന്നു. അവരോട് പറയുന്നു, ഇതെല്ലാം മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കൂ. പക്ഷേ അംഗീകരിക്കില്ല. ആരുടെ ബുദ്ധിയിലാണോ കഴിഞ്ഞ കൽപ്പത്തിലും ഇരുന്നിട്ടുണ്ടാവുക, അവരുടെ ബുദ്ധിയിലായിരിക്കും ഇരിക്കുക. ഇല്ലെങ്കിൽ എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും ഒരിക്കലും ബുദ്ധിയിലിരിക്കുകയില്ല. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളും നമ്പർ വാറായാണ് അറിയുന്നത്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പുറത്ത് എഴുതി വച്ചാലും നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാത്തത് വരെയും മനസ്സിലാക്കില്ല.
ശരി, ആരെങ്കിലും മനസ്സിലാക്കി എങ്കിൽ പിന്നെ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ബാബയെ ഓർമ്മിക്കൂ, സദോ പ്രധാനമാകൂ എന്ന്. നോളജ് ആണെങ്കിൽ വളരെ സഹജമാണ്. ഇത് സൂര്യവംശി, ചന്ദ്രവംശി. ഇപ്പോൾ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. ഇതും നിങ്ങൾ യഥാർത്ഥമായ രീതിയിൽ അറിയുന്നുണ്ട്. അതും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച്. മായ പുരുഷാർത്ഥം ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. ഡ്രാമയനുസരിച്ച് ഇത്രയും പുരുഷാർത്ഥം നടക്കുന്നില്ല എന്നും പിന്നെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ശ്രീമത്തിലൂടെ നമ്മൾ തനിക്കു വേണ്ടി ഈ ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ശ്രീമത്ത് എന്നത് ഒരേ ഒരു ശിവ് ബാബയുടേതാണ്. ശിവ് ബാബ, ശിവ് ബാബ എന്ന് പറയുന്നത് വളരെ സഹജമാണ്. മറ്റാരും ശിവ് ബാബയെയോ സമ്പത്തിനെയോ അറിയുന്നില്ല. ബാബ എന്നാൽ തന്നെ സമ്പത്ത് എന്നാണ്. സത്യമാകുന്ന ശിവ് ബാബയും വേണമല്ലോ. ഇന്നത്തെ കാലത്ത് മേയറിനെയും ഫാദർ എന്ന് പറയുന്നു, ഗാന്ധിയെയും ഫാദർ എന്ന് പറയുന്നു, ചിലരെ പിന്നെ ജഗത് ഗുരു എന്ന് പറയുന്നു. ഇപ്പോൾ ജഗത്തിൻ്റെ എന്നാൽ മുഴുവൻ സൃഷ്ടിയുടെയും ഗുരു. അതെങ്ങനെ ഒരു മനുഷ്യനാകാൻ സാധിക്കും? പതീത പാവനും സർവരുടെ സദ്ഗതി ദാതാവും ഒരേ ഒരു ബാബയാണ്. ബാബയാണെങ്കിൽ നിരാകാരനാണ്. പിന്നെ എങ്ങനെയാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ലോകം മാറുന്നു. അപ്പോൾ തീർച്ചയായും ആക്റ്റിൽ വരും. അപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അല്ലാതെ പ്രളയം ഉണ്ടാവുകയും പിന്നെ ബാബ പുതിയ സൃഷ്ടി രചിക്കുകയും ചെയ്യുന്നു എന്നല്ല. ശാസ്ത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു, വളരെ വലിയ പ്രളയമുണ്ടാകുന്നു, പിന്നീട് ആ ലീലയിൽ കൃഷ്ണൻ വരുന്നു എന്നും. പക്ഷേ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അങ്ങനെയല്ല. വേൾഡിൻ്റെ ഹിസ്റ്ററി, ജോഗ്രഫി റിപ്പീറ്റ് ആകുന്നു എന്ന് പാടപ്പെടുന്നു. അപ്പോൾ പ്രളയം ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇപ്പോൾ ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഈ ലക്ഷ്മി നാരായണൻ പുതിയ ലോകത്തിൻ്റെ അധികാരിയാണ്. നിങ്ങൾ ചിത്രങ്ങളിലും കാണിച്ചു കൊടുക്കുന്നു, പഴയ ലോകത്തിൻ്റെ അധികാരി രാവണനാണ്. രാമരാജ്യവും രാവണരാജ്യവും എന്ന് പാടപ്പെടുന്നല്ലോ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ പഴയ ആസുരീയ ലോകത്തെ സമാപ്തമാക്കി പുതിയ ദൈവിക ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ അത് വിരളം പേർ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതും നിങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് അറിയുന്നു. ആരാണോ നല്ല പുരുഷാർത്ഥികൾ അവർക്ക് വളരെ നല്ല ലഹരി ഉണ്ടായിരിക്കുന്നു. ഓർമ്മയുടെ പുരുഷാർത്ഥിക്ക് യഥാർത്ഥ ലഹരി കയറും. ഓർമ്മയുടെ യാത്രയിൽ എത്ര ലഹരി കയറുന്നുവോ അത്രയും 84 ചക്രത്തിൻ്റെ നോളജ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ ലഹരി കയറുന്നില്ല. മുഖ്യമായ കാര്യം തന്നെ പാവനമാകുന്നതിൻ്റെതാണ്. വന്ന് പാവനമാക്കി മാറ്റൂ എന്ന് വിളിക്കുന്നുമുണ്ട്. വന്ന് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകൂ എന്നല്ല വിളിക്കുന്നത്. ഭക്തിമാർഗത്തിൽ കഥകളും എത്ര കേൾക്കുന്നു. സത്യമായ സത്യനാരായണന്റെ കഥ ഇതാണ്. ആ കഥകളാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി കേട്ട് താഴേക്ക് തന്നെയാണ് ഇറങ്ങി വന്നത്. ഭാരതത്തിൽ തന്നെയാണ് ഈ കഥകൾ കേൾക്കുന്നതിൻ്റെ സമ്പ്രദായമുള്ളത്. മറ്റൊരു ഖണ്ഡത്തിലും കഥകളും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ഭാരതത്തെ തന്നെയാണ് റിലീജിയസ് ആയി അംഗീകരിക്കുന്നത്. അനേകം ക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട്. ക്രിസ്ത്യൻസിനാണെങ്കിൽ ഒരേ ഒരു ചേർച്ചാണ് ഉള്ളത്. ഇവിടെയാണെങ്കിൽ പല പ്രകാരത്തിലുള്ള അനേകം ക്ഷേത്രങ്ങളുണ്ട്. വാസ്തവത്തിൽ ക്ഷേത്രം ഒരേ ഒരു ശിവ് ബാബയുടേതാണ് ഉണ്ടാകേണ്ടത്. നാമവും ഒന്നിൻ്റേതാണ് ഉണ്ടാകേണ്ടത്. ഇവിടെയാണെങ്കിൽ അനേകം നാമങ്ങളുണ്ട്. വിദേശത്ത് നിന്നും ഇവിടെ ക്ഷേത്രം കാണുവാനായി വരുന്നു.
പ്രാചീന ഭാരതം എങ്ങനെയായിരുന്നു എന്ന് പാവങ്ങൾക്ക് അറിയില്ല. 5000 വർഷത്തേക്കാൾ പഴക്കമുള്ള ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള വസ്തു കിട്ടി എന്ന് അവർ മനസ്സിലാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ക്ഷേത്രത്തിലെ ചിത്രങ്ങളും മറ്റും ഉണ്ടായിട്ട് 2500 വർഷം തന്നെയാണ് ആയത്. ആദ്യം ശിവന്റെ തന്നെ പൂജയുണ്ടാകുന്നു. അതാണ് അവ്യഭിചാരി പൂജ. അതേപോലെ തന്നെ അവ്യഭിചാരി ജ്ഞാനമെന്നും പറയുന്നു. ആദ്യം അവ്യഭിചാരി പൂജ, പിന്നെ വ്യഭിചാരി പൂജ. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, ജലത്തെയും മണ്ണിനെയും പൂജിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ ഭക്തിമാർഗത്തിൽ എത്ര ധനം പാഴാക്കി, എത്ര അളവറ്റ ശാസ്ത്രങ്ങളും അളവറ്റ ചിത്രങ്ങളുമുണ്ട്, ഗീതകളും എത്ര അനേകമുണ്ടാകും. ഇതിനെല്ലാത്തിനു വേണ്ടി ചിലവ് ചെയ്ത് നോക്കൂ, നിങ്ങൾ എന്തായിരിക്കുന്നു. ഇന്നലെ നിങ്ങളെ ഡബിൾ കിരീടധാരി ആക്കിയിരുന്നു, പിന്നെ നിങ്ങൾ എത്ര ദരിദ്രമായി പോയി. ഇന്നലെയുടെ തന്നെ കാര്യമാണല്ലോ. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മൾ 84ന്റെ ചക്രം കറങ്ങി. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇതായിക്കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ഓരോ നിമിഷവും മുന്നറിയിപ്പ് നൽകുന്നു, അതായത് പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ഗീതയിലും മന്മനാഭവ എന്ന വാക്കുണ്ട്. ചില വാക്കുകൾ ശരിയാണ്. പ്രായേണ എന്ന് പറയുന്നുവല്ലോ, അതായത് ദേവീ ദേവതാ ധർമ്മമില്ല, ബാക്കി ചിത്രമുണ്ട്. നിങ്ങളുടെ സ്മാരകം നോക്കൂ, എത്ര നന്നായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വീണ്ടും സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭക്തി മാർഗത്തിൽ നമ്മുടെ തന്നെ ആക്യുറേറ്റ് സ്മാരകം ഉണ്ടാകും. എർത്ത് ക്വേക്കും മറ്റും ഉണ്ടാകുന്നു. അതിൽ എല്ലാം സമാപ്തമാകുന്നു. പിന്നെ അവിടെ എല്ലാം നിങ്ങൾ പുതിയതായി ഉണ്ടാക്കും. വൈദഗ്ധ്യം അവിടെ ഉണ്ടായിരിക്കുന്നുവല്ലോ. വജ്രം കട്ട് ചെയ്യുന്നതും കലയാണ്. ഇവിടെയും വജ്രങ്ങൾ കട്ട് ചെയ്യുന്നു, പിന്നെ ഉണ്ടാക്കുന്നു. വജ്രം കട്ട് ചെയ്യുന്ന വലിയ എക്സ്പേർട്സുമുണ്ട്. അവർ പിന്നെ അവിടെ പോകും. അവിടെ ഈ എല്ലാ വൈദഗ്ധ്യവും പോവും. നിങ്ങൾക്കറിയാം അവിടെ എത്ര സുഖമുണ്ടായിരിക്കും. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നല്ലോ. പേര് തന്നെ സ്വർഗം എന്നാണ്. 100% സോൾവെന്റ്. ഇപ്പോഴാണെങ്കിൽ ഇൻസോൾവെന്റ് ആണ്. ഭാരതത്തിൽ ആഭരണങ്ങളുടെ വളരെയധികം ഫാഷൻ ഉണ്ട്. അത് പരമ്പരയായി തുടർന്നു വരുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്വർഗം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് തീർച്ചയായും പവിത്രമാകണം. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. അതിനാൽ ബാബ പറയുന്നു, ചാർട്ട് തീർച്ചയായും എഴുതൂ. നമ്മൾ ആത്മാവ് യാതൊരു ആസുരീയ പ്രവൃത്തിയും ചെയ്തില്ലല്ലോ. സ്വയം ആത്മാവാണ് എന്ന് ഉറപ്പിച്ചു മനസ്സിലാക്കൂ. ഈ ശരീരത്തിലൂടെ ഏതെങ്കിലും വികർമ്മം ചെയ്തില്ലല്ലോ. അഥവാ ചെയ്തുവെങ്കിൽ രജിസ്റ്റർ മോശമാകും. ഇത് 21 ജന്മങ്ങളിലേക്കുള്ള ലോട്ടറിയാണ്. ഇതും റേസാണ്. കുതിരകളുടെ പന്തയം ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇതിനെ പറയുന്നത് രാജസ്വ അശ്വമേധം എന്നാണ്. സ്വരാജ്യത്തിന് വേണ്ടി അശ്വത്തിനെ, അതായത് നിങ്ങൾ ആത്മാക്കൾക്ക് ഓട്ടപന്തയം നടത്തണം. ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെ സ്വീറ്റ് സൈലൻസ് ഹോം എന്ന് പറയുന്നു. ഈ വാക്ക് നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ നല്ലവണ്ണം പ്രയത്നിക്കൂ. രാജപദമാണ് ലഭിക്കുന്നത്. കുറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ ആത്മാവാണ്. നമ്മൾ ഇത്രയും ജന്മങ്ങൾ എടുത്തു.
ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങളുടെ 84 ജന്മവും പൂർത്തിയായി. ഇപ്പോൾ വീണ്ടും ആദ്യ നമ്പർ മുതൽ ആരംഭിക്കണം. പുതിയ കൊട്ടാരങ്ങളിൽ തീർച്ചയായും കുട്ടികൾ തന്നെ ഇരിക്കും. പഴയതിലല്ല ഇരിക്കുക. സ്വയം പഴയതിലിരിക്കുകയും പുതിയതിൽ വാടകക്കാരെ ഇരുത്തുകയും ചെയ്യും എന്നല്ല. നിങ്ങൾ എത്ര പ്രയത്നിക്കുമോ അപ്പോൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകും. പുതിയ കെട്ടിടം തയ്യാറാകുമ്പോൾ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിൽ ഇരിക്കട്ടെ എന്ന ആഗ്രഹമുണ്ടാകുന്നു. ബാബ കുട്ടികൾക്ക് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തന്നെ പഴയ കെട്ടിടം പഴയതാകുമ്പോഴാണ്. അവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യമേ ഇല്ല. അവരാകട്ടെ മൂണിൽ പ്ലോട്ട് വാങ്ങുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. നിങ്ങൾ പിന്നെ സ്വർഗത്തിൽ പ്ലോട്ട് നേടിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം ജ്ഞാനത്തിലും യോഗത്തിലും ഇരിക്കുമോ അത്രയും പവിത്രമാകും. ഇതാണ് രാജയോഗം. എത്ര വലിയ രാജപദമാണ് ലഭിക്കുന്നത്. ബാക്കി ഈ മൂണിലും മറ്റും പ്ലോട്ട് അന്വേഷിക്കുന്നതെല്ലാം വ്യർത്ഥമാണ്. സുഖം നൽകുന്ന ഇതേ സാധനങ്ങൾ തന്നെ പിന്നീട് വിനാശം ചെയ്യുന്നവയും ദുഃഖം നൽകുന്നവയുമായി മാറും. മുന്നോട്ട് പോകുമ്പോൾ സൈന്യവും മറ്റുമെല്ലാം കുറഞ്ഞു വരും. ബോംബുകളിലൂടെ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. സമയമനുസരിച്ച് അപ്രതീക്ഷിതമായി വിനാശമുണ്ടാകും. പിന്നീട് ഭടന്മാരും മറ്റും മരിച്ചു പോകുന്നു. നിങ്ങളിപ്പോൾ ഫരിസ്തയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് വേണ്ടി വിനാശമുണ്ടാകുന്നു. ഡ്രാമയിൽ പാർട്ടുണ്ട്. പഴയ ലോകം സമാപ്തമാകുന്നു. ആര് എങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അങ്ങനെ അനുഭവിക്കേണ്ടതുണ്ടല്ലോ. നല്ല സന്യാസിയാണ് എന്ന് വിചാരിക്കൂ. എങ്കിലും ജന്മം ഗൃഹസ്ഥികളുടെ അടുക്കലായിരിക്കും എടുക്കുക. ശ്രേഷ്ഠ ജന്മം നിങ്ങൾക്ക് പുതിയ ലോകത്തിൽ ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും സംസ്കാരം അനുസരിച്ചാണ് പോയി അതാകുന്നത്. നിങ്ങളിപ്പോൾ സംസ്കാരം എടുത്തുകൊണ്ട് പോകുന്നു പുതിയ ലോകത്തിലേക്ക് വേണ്ടി. ജന്മവും തീർച്ചയായും ഭാരതത്തിൽ എടുക്കും. ആരാണോ വളരെ നല്ല റിലീജിയസ് മൈൻഡഡ് ആയവർ അവരുടെ അടുക്കൽ ജന്മമെടുക്കും. കാരണം നിങ്ങൾ അങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യുന്നത്. എങ്ങനെയെല്ലാമുള്ള സംസ്കാരമാണോ അതനുസരിച്ച് ജന്മമുണ്ടാകുന്നു. നിങ്ങൾ വളരെ ഉയർന്ന കുലത്തിൽ പോയി ജന്മമെടുക്കും. നിങ്ങളുടേതുപോലുള്ള കർമ്മം ചെയ്യുന്നവർ ആരും ഉണ്ടാകില്ല. എങ്ങനെയുള്ള പഠനമാണോ, എങ്ങനെയുള്ള സർവീസാണോ അങ്ങനെയുള്ള ജന്മം. വളരെ പേർക്ക് മരിക്കേണ്ടതുണ്ട്. ആദ്യം റിസീവ് ചെയ്യുന്നവരും പോകേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കി തരുന്നു, ഇപ്പോൾ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ബാബയാണെങ്കിൽ സാക്ഷാത്കാരവും ചെയ്യിച്ചിട്ടുണ്ട്. ബാബ തൻ്റെയും ഉദാഹരണം പറഞ്ഞു തരുന്നു. 21 ജന്മങ്ങളിലേക്ക് രാജപദം ലഭിക്കുന്നു എന്ന് കണ്ടു. അതിനു മുന്നിൽ ഈ 10-20 ലക്ഷം എന്താണ്? അൽഫിന് ചക്രവർത്തി പദവി ലഭിച്ചു. ബേയ്ക്ക് കഴുത പദവി ലഭിച്ചു. പാർട്ട്ണറിനോട് പറഞ്ഞു, എന്ത് വേണമോ അത് എടുത്തുകൊള്ളൂ. യാതൊരു പ്രയാസവും ഉണ്ടായില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ബാബയിൽ നിന്നും നിങ്ങൾ എന്താണ് എടുക്കുന്നത്? സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം. എത്ര സാധിക്കുമോ സെന്റേഴ്സ് തുറന്നുകൊണ്ടിരിക്കൂ. വളരെ പേരുടെ മംഗളം ചെയ്യൂ. നിങ്ങളുടെ 21 ജന്മത്തേക്കുള്ള സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ലക്ഷപതികളും കോടിപതികളും ധാരാളമുണ്ട്. അവരെല്ലാം തന്നെ ബെഗേഴ്സാണ്. നിങ്ങളുടെ അടുത്തും ധാരാളം പേർ വരും. എക്സിബിഷനിൽ എത്ര പേർ വരുന്നുണ്ട്? പ്രജകൾ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കരുത്. പ്രജകൾ ധാരാളം തയ്യാറാകുന്നു. നല്ലത് നല്ലത് എന്ന് വളരെ പേർ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക്
ഒഴിവു സമയമില്ല എന്ന് പറയുന്നു. അല്പമെങ്കിലും കേട്ടുവെങ്കിൽ പ്രജാപദവിയിൽ വരും. അവിനാശി ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല. ബാബയുടെ പരിചയം നൽകുന്നത് കുറഞ്ഞ കാര്യമൊന്നുമല്ല. ചിലർക്കാണെങ്കിൽ രോമാഞ്ചമുണ്ടാകും. അഥവാ ഉയർന്ന പദവി നേടണം എങ്കിൽ പുരുഷാർത്ഥം ചെയ്യുവാൻ തുടങ്ങും. ബാബ ആരിൽ നിന്നും ധനമൊന്നും വാങ്ങുകയില്ല. കുട്ടികളുടെ പല തുള്ളികൾ പെരുവെള്ളമാകുന്നു. ചിലരൊക്കെ 1 രൂപ പോലും അയച്ചു കൊടുക്കുന്നു. ബാബ 1 ഇഷ്ടിക നൽകൂ എന്ന്. കുചേലന്റെ 1 പിടി അരിയുടെ മഹിമയുണ്ടല്ലോ. ബാബ പറയുന്നു, ഇത് നിങ്ങളുടെ വജ്ര വൈഡൂര്യങ്ങളാണ്. വജ്രതുല്യമായ ജന്മം എല്ലാവരുടേതും ഉണ്ടാകുന്നു. നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുവോ ഇത് പഴയ ലോകമാണ്. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അമരപുരിയുടെ അധികാരിയാകുന്നു. മോഹജീത് തീർച്ചയായും ആകേണ്ടി വരും. നിങ്ങൾ പറഞ്ഞു വന്നിരുന്നു, ബാബ അങ്ങ് വരികയാണെങ്കിൽ നമ്മൾ ബലിയർപ്പണമാകും. കരാർ നല്ലതാണല്ലോ. കരാറുകാരൻ എന്നും രത്നാകരനെന്നും മാന്ത്രികനെന്നും എന്തുകൊണ്ടാണ് പേര് വച്ചിരിക്കുന്നത് എന്ന് മനുഷ്യർ അറിയുന്നില്ല. രത്നാകരനാണല്ലോ. അവിനാശി ജ്ഞാനരത്നങ്ങൾ ഓരോന്നും അമൂല്യ മഹാവാക്യങ്ങളാണ്. ഇതിന്മേൽ രൂപ് ബസന്തിൻ്റെ കഥയുണ്ടല്ലോ. നിങ്ങൾ രൂപുമാണ്, ബസന്തുമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാപിതാ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഇപ്പോൾ ഈ ശരീരത്തിലൂടെ ഒരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. രജിസ്റ്റർ മോശമാകും വിധത്തിലുള്ള ഒരു ആസുരീയ പ്രവൃത്തിയും ഉണ്ടാകരുത്. ഒരു ബാബയുടെ ഓർമ്മയുടെ ലഹരിയിലിരിക്കണം. പാവനമാകുന്നതിൻ്റെ മുഖ്യ പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. കൗടികൾക്ക് പിന്നാലെ തൻ്റെ അമൂല്യ സമയം പാഴാക്കാതെ ശ്രീമത്തിലൂടെ ജീവിതം ശ്രേഷ്ഠമാക്കി മാറ്റണം. വരദാനം: സ്വയം തന്നെ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡായി ഓരോ കാര്യത്തിലും സഫലമാകുന്ന സ്വപരിവർത്തകനായി ഭവിക്കട്ടെ. ആരാണോ ഓരോ പരിതസ്ഥിതിയിലും സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തി സ്വപരിവർത്തകൻ ആകുന്നത്, അവർ സദാ സഫലമാകുന്നു. അതിനാൽ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്താനുള്ള ലക്ഷ്യം വയ്ക്കൂ. മറ്റുള്ളവർ പരിവർത്തനപ്പെടട്ടെ, അപ്പോൾ ഞാൻ പരിവർത്തനപ്പെടാം എന്നത് പാടില്ല. മറ്റുള്ളവർ പരിവർത്തനപ്പെടുകയോ പരിവർത്തനപ്പെടാതെയോ ഇരിക്കട്ടെ, എനിക്ക് പരിവർത്തനപ്പെടണം. എനിക്ക് അർജുനനാകണം. സദാ പരിവർത്തനപ്പെടുന്നതിൽ ആദ്യം ഞാൻ. ആരാണോ ഇതിൽ ആദ്യം ഞാൻ എന്ന് പറയുന്നത്, അവരാണ് ഫസ്റ്റ് നമ്പറിലാകുന്നത്. കാരണം സ്വയം തന്നെ മോൾഡ് ചെയ്യുന്നവരാണ് റിയൽ ഗോൾഡ്. റിയൽ ഗോൾഡിനാണ് വാല്യൂ ഉള്ളത്. സ്ലോഗൻ: തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ പ്രത്യക്ഷ തെളിവിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കൂ. ഓം ശാന്തി. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന പ്രകാശബിന്ദുവായ ആത്മാവിൽ മനസ്സും ബുദ്ധിയും സ്ഥിരമാക്കി പ്രിയപ്പെട്ട ബാബയെ ഏകാഗ്രതയോടെ ഓർമ്മിക്കുമ്പോൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ കിരണങ്ങൾ
എനിക്ക് പ്രാപ്തമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുന്നു. പരിധിയുള്ള മോഹമമത്വങ്ങൾ സാരരഹിതമാക്കുന്ന അനുഭവം വരുത്തുന്ന ഈ ഈശ്വരീയ സ്നേഹം എത്ര ഉയർന്നതും ദിവ്യവും തൃപ്തി നൽകുന്നതുമാണ്. സ്നേഹസാഗരത്തിൽ നിന്നും ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അന്യ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹം ദാനം ചെയ്യുകയാണ്. പ്രകൃതിയിലെ സൂര്യൻ സകാശിലൂടെ അന്ധകാരത്തെ അകറ്റി വെളിച്ചം വരുത്തുന്നത് പോലെ ആ ആത്മാക്കൾക്ക് നൽകി അവരെയും ഈശ്വരീയ സ്നേഹത്താൽ തൃപ്ത ആത്മാവാക്കി മാറ്റുകയാണ്.